എല്ലാവർക്കും നമസ്കാരം. മണി ബി ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് LIC IPO പറ്റി ചർച്ച ചെയ്യാം. ഓഹരി വിപണിയിൽ LIC ലിസ്റ്റ് ചെയ്യപ്പെടുവാൻ പോവുകയാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഓഹരികൾ വാങ്ങുന്നതിന് മുമ്പ് LIC IPO പറ്റി കൂടുതൽ മനസ്സിലാക്കാം. LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. 66.2% ഓഹരികൾ LICയുടെ പുതിയ ബിസിനസ് പ്രീമിയം ആയിട്ടുണ്ട്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, സേവിങ്സ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ആന്വിറ്റി ആൻഡ് പെൻഷൻ പ്രോഡക്ട്സ് തുടങ്ങിയ പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഷുറൻസ് പോളിസികൾ കമ്പനി നൽകി വരുന്നു. 2021 ഓഗസ്റ്റ് 30 കണക്ക് പ്രകാരം LICയുടെ മാനേജ്മെൻറ്റ് ആസ്തി 39 ലക്ഷം കോടിയാണ്. 2048 ബ്രാഞ്ചുകൾ, 113 ഡിവിഷണൽ ഓഫീസുകൾ, 1554 ഉപഗ്രഹ ഓഫീസുകൾ എന്നിവയിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഫിജി, മൗറീഷ്യസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, ബഹ്റൈൻ, UAE, ഖത്തർ, കുവൈറ്റ്, UK എന്നീ വിദേശ രാജ്യങ്ങളിലും ഇത് പ്രവർത്തിച്ചു വരുന്നു. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും LICക്ക് പൊതുവിൽ വലിയ വിശ്വാസ്യതയാണുള്ളത്. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയും മൊത്തം ആസ്തിയേക്കാൾ കൂടുതലാണ് LIC കൈകാര്യം ചെയ്യുന്ന 39 ലക്ഷം കോടിയുടെ ആസ്തി. ഈ തുക ഓഹരികളിലും ബോണ്ടുകളിലുമായാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആകെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളുടെ 4% LICക്ക് സ്വന്തമാണ്. അതുപോലെ റിസർവ് ബാങ്കിനുള്ളതിനേക്കാൾ കൂടുതൽ സർക്കാർ ബോണ്ടുകൾ LICക്കുണ്ട്. LIC ഇന്ത്യയിലെ 1ാമത്തെയും ലോകത്തിലെ 5ാമത്തെയും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. ധനകാര്യ മന്ത്രാലയത്തിന് വേണ്ടി ഇന്ത്യൻ പ്രസിഡൻ്റാണ് പ്രൊമോട്ടറായി പ്രവർത്തിക്കുന്നത്. LIC IPO പറ്റി നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാകും. ഇനി അവ ദൂരീകരിക്കാൻ ശ്രമിക്കാം. ആദ്യമായി, എന്താണ് LIC IPO? ഇതെപ്പോൾ തുടങ്ങും? ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം? എന്തായിരിക്കും ഇതിൻ്റെ വില? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. LICയുടെ ആദ്യത്തെ IPO വിപണിയിലിറക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അനുവാദം നൽകിയിരിക്കുന്നു. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് LICയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ കഴിയും. കൂടാതെ LIC സെബിയുടെ നിരീക്ഷണത്തിലാവുകയും ചെയ്യും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതിൻ്റെ ആദ്യത്തെ IPO 2022 മെയ് മാസം 4 റിലീസ് ചെയ്യുമെന്ന് ഏപ്രിൽ 27 പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ആങ്കർ ഇൻവെസ്റ്റർ കോട്ട മെയ് 2 റിലീസ് ചെയ്യും. മെയ് 9 IPO അവസാനിക്കും. സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള LICക്ക് 3.5% ഓഹരികൾ വിൽക്കുന്നത് വഴി ഖജനാവിലേക്ക് 21,000 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. LIC അതിൻ്റെ പ്രഥമ IPOയ്ക്ക് 6 ലക്ഷം കോടി രൂപ വിലമതിക്കുന്നു. ഗവൺമെൻറ് 22,13,74,920 ഇക്വിറ്റി ഷെയറുകൾ IPOയിൽ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. LICയുടെ ഒരു ഓഹരിയുടെ വില 902 രൂപ മുതൽ 949 രൂപ വരെ ആയി നിശ്ചയിച്ചിരിക്കുന്നു. ഫ്ലോർ പ്രൈസ് ഇക്വിറ്റി ഷെയറിൻ്റെ മുഖവിലയുടെ 90.2 മടങ്ങും ക്യാപ് പ്രൈസ് ഇക്വിറ്റി ഷെയറിൻ്റെ മുഖവിലയുടെ 94.9 മടങ്ങുമാണ്. ഫെബ്രുവരി 13 മുമ്പ് പോളിസി എടുത്തിട്ടുള്ളതും ഫെബ്രുവരി 28 മുമ്പ് പോളിസി പാൻ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതുമായ എല്ലാ പോളിസി ഉടമകൾക്കും 60 രൂപ ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ അർഹരായ LIC ജീവനക്കാർക്കും റീറ്റെയിൽ നിക്ഷേപകർക്കും 45 രൂപ ഇളവ് കിട്ടും. ഒരാൾക്ക് കുറഞ്ഞത് 15 ഓഹരികൾ ഉൾപ്പെട്ട ഒരു ലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നിലധികം മടങ്ങുകൾ വാങ്ങാവുന്നതാണ്. ഏറ്റവും കൂടിയത് 14 ലോട്ട് വരെ വാങ്ങാം. കാരണം ഒരു നിക്ഷേപകൻ്റെ പരമാവധി നിക്ഷേപക പരിധി 2 ലക്ഷം രൂപയായി LIC തീരുമാനിച്ചിരിക്കുന്നു. IPO ഓഹരികളുടെ 10% അർഹരായ പോളിസി ഉടമകൾക്കായി നീക്കിവച്ചിരിക്കുന്നു. യോഗ്യത നേടിയ സ്ഥാപനങ്ങൾക്ക് 50% ഓഹരികളും റീറ്റെയിൽ നിക്ഷേപകർക്ക് 35% ഓഹരികളും കരസ്ഥമാക്കാം. ബാക്കിയുള്ളവ സ്ഥാപന ഇതര ഉപഭോക്താക്കൾക്കായി നീക്കിവച്ചിരിക്കുന്നു. LIC IPOയ്ക്ക് വേണ്ടിയുള്ള ഓഹരി അലോട്ട്മെൻറ്റ് മെയ് 12 ഷെയർ ലിസ്റ്റിംഗ് മെയ് 17 നടന്നേക്കും.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സ്ഥാപനം LIC ആണെന്ന് പറഞ്ഞുവല്ലോ. ഇനി LICക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള 5 കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, ഇന്ത്യയിൽ ഏറ്റവും പഴക്കവും വലുതുമായ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഡിസംബർ 2021 കണക്ക് പ്രകാരം 36,895 കോടി വിലയുള്ള 8.34% സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾ LICക്കുണ്ട്. രണ്ടാമതായി, ഇൻഫോസിസ്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് IT കമ്പനിയാണ് ഇൻഫോസിസ്. ഇത് ഇന്ത്യക്ക് പുറത്തും 50-ൽ പരം രാജ്യങ്ങളിൽ സേവനം നൽകി വരുന്നു. ഡിസംബർ 2021 കണക്ക് പ്രകാരം 40,140 കോടി വിലയുള്ള 5.67% ഇൻഫോസിസ് ഓഹരികൾ LICക്കുണ്ട്. മൂന്നാമതായി, ITC ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് നിർമ്മാണ കമ്പനി എന്ന് മാത്രമല്ല, FMCG, ഹോട്ടൽസ്, പേപ്പേഴ്സ്, അഗ്രികൾച്ചർ എന്നീ മേഖലകളിലും ഇത് പ്രവർത്തിക്കുന്നു. ഡിസംബർ 2021 കണക്ക് പ്രകാരം 43,827 കോടി വിലയുള്ള 16.23% ITC ഓഹരികൾ LICക്കുണ്ട്. നാലാമത്തേത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ് ആണ്. ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ IT കൺസൾട്ടിംഗ് ആൻഡ് ബിസിനസ് സൊല്യൂഷൻസ് കൈകാര്യം ചെയ്യുന്ന പ്രസിദ്ധമായ കമ്പനിയാണ്. ഡിസംബർ 2001 കണക്ക് പ്രകാരം 50,409 കോടി വിലയുള്ള 3.65% TCS ഓഹരികൾ LICക്കുണ്ട്. അഞ്ചാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ കമ്പനിക്ക് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ റിലയൻസ് ആണെന്ന് പറയാം. ഡിസംബർ 2021 കണക്ക് പ്രകാരം 94,093 കോടി വിലയുള്ള 6.13% റിലയൻസ് ഓഹരികൾ LICക്കുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപത്തിന് ഞങ്ങൾ LIC ഓഹരികൾ വാങ്ങാൻ ശുപാർശ ചെയ്യുന്നു. സംശയങ്ങൾക്കും മറ്റും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രേഡിംഗ് സംബന്ധമായ വിവരങ്ങൾക്കും വാർത്തകൾക്കും ഞങ്ങളുടെ ട്രേഡേഴ്സ് ഗ്രൂപ്പിൽ ചേരുക. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.